ഇന്നലെ വരെ ഒരുമിച്ചുണ്ടായിരുന്ന 5 പേർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിച്ചവരൊന്ന് പുറകിലേക്ക് പോകട്ടെ. എല്ലാവരും പള്ളിയിലേക്ക് നിന്ന്. പള്ളിയിലാണ് നിസ്കാരം. എല്ലാവരും പള്ളിയിലേക്ക് നിന്ന്. ഇത് കേക്ക് കൊടുക്കും. ഞാൻ ഇങ്ങോട്ട് വരണ്ട. അപ്പൊ പള്ളിയിലേക്ക് നീങ്ങി. എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങി. എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങി. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ഒരുപാട് ആളുകൾ ഇനിയും കാണാനുണ്ട്. എത്രയും പെട്ടെന്ന് ആളിന്റെ പുറത്തേക്ക്. ഇന്നലെ വരെ ഒരുമിച്ചായിരുന്ന 5 പേർ, ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നവർ, ഒരുമിച്ച് തിരികെ വന്നിരുന്നവർ, സഹപാഠികൾ, അയൽവാസികൾ, അതിൽ ഒരാൾ മാത്രം ഒറ്റയ്ക്കായി. മറ്റ് 4 പേരും ഒരുമിച്ച് യാത്രയാവുകയാണ്. 4 കുരുന്നുകളുടെയും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ള ഹാളിൽ നിന്ന് ഖബറടക്കം നടക്കുന്ന ഇടത്തേക്ക് എല്ലാവരും എത്തണം എന്ന് അറിയിപ്പ് നൽകുന്നുണ്ട്. ദൃശ്യങ്ങളിൽ അവർക്ക് അന്ത്യയാത്ര ഒരുക്കുന്ന ഖബറിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹപാഠികളായിരുന്നു, അയൽവാസികളായിരുന്നു, ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവർ ആയിരുന്നു. അവർ ഒരുമിച്ച് യാത്രയാവുകയാണ്. CV അനുമോദുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനുമോദ്, ദൃശ്യങ്ങളിൽ കാണാം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ആണ് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അണമുറിയാത്ത പ്രവാഹം ഇപ്പോഴുമുണ്ട്. എല്ലാവർക്കും കാണാനുള്ള സമയം ലഭിക്കും എന്ന് പോലും തോന്നുന്നില്ല. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഖബറിടത്തിലേക്ക് മാറ്റുമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ ഖബറിടത്തിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് കാണാനാകുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ അണമുറിയാതെ ഇവിടേക്ക് എത്തുന്നതിൻ്റെ ഒരു നൊമ്പര കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇനി ഏതാനും നിമിഷം മാത്രമാണ് ഈ കരിമ്പുരത്തിൽ ഹാളിൽ പൊതുദർശനമുള്ളത്. ഇപ്പോൾ ഇവിടെ അന്ത്യപ്രാർത്ഥനകൾ നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോവുകയായിരിക്കും ഉചിതം. പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ് അഭിലാഷ്. قدس اللهم أسرارنا اللهم نذكرنا وحفظنا وعلمنا لا تحدث وأنقلنا به اللهم انفعنا وانفع من تعلق بنا ببركاتهم وعلمنا وأسرارهم بإسرارهم اللهم اغفر علينا وعلى أهلنا سيما على أرواح هذه المنار يبلغكم وعد علينا وعليهم بركات يا رب العالمين ثم إلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا
أسرائيل الله من مقاربنا وأشهارنا وأحبابنا وأشقائنا اللهم اغفر لنا اللهم ارحمنا اللهم ارشدنا وإياهم وعلمنا وانفعنا ونعلمنا وسعيك والرسول والصالحين اللهم اغفر وجنب صوابنا قرأنا من القرآن الكريم خاصة إلى حلقات الوالدات يا ربنا اللهم اجعل قبورهم كروضات بثيابنا ولا تجعل قبورهم محرمات اللهم اغفر لنا وارحمنا اللهم اعذنا من عذاب القبر وفتنته ومن عذاب النار يا رب العالمين اللهم ربنا تقبل منا شفاعة الأحاديث في هؤلاء الحياة يا رب العالمين اللهم لا تعذبنا ولا تعذبنا ولا تعذب صادر موتانا في بطن أهلك عذاب كبير فلا عذاب خفيف بحق نبيك المصطفى محمد صلى الله عليه وسلم وبحروف هؤلاء المذكورين وبحرمة هذه الأمين اللهم اجعل قبورهم كروضات من رياض الجنان ولا تجعل قبورهم اللهم أفرج على قلوب أهلهم وأقاربهم يا رب العالمين اللهم اجعل قبورهم بنور القرآن اللهم زين قبورهم بزينة القرآن اللهم وسع قبورهم ببركة القرآن اللهم اجعل ثواب قراءتنا وما قدمنا في سيرنا ومالنا جزاء لهم من عذاب القبر وفتنتهم ومن عذاب النار يا رب العالمين اللهم اجعل ثواب ذلك زيادة لهم في درجاتهم لديك يا رب العالمين اللهم احسن عاقبتنا في الامور كلها ورحمنا من خزي الدنيا وعذاب الاخره اللهم توفنا وتوفى بنا مسلمين اللهم ارحمنا اللهم بالشهاده ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا وادخلنا جنة مع الأبرار يا رب العالمين اللهم اغفر لأهلنا ومزيدنا وشاهدنا وغائبنا وصغيرنا وصغيرنا ونقرانا ومنكرنا اللهم من أهلنا آمين واخرجنا منا اللهم اغفر للمسلمين والمسلمات آمين والمسلمات والأولياء منهم والأولياء ارحم الراحمين يا الله بسببك ചെയ്ത അമലത്തിന് ആമീൻ ഈ പ്രിയപ്പെട്ട മക്കളുടെ ഉസ്രവിയായ ജീവിതത്തിൽ സദാന്റെ കൂടി വേണ്ടി അവരെ അനുഗ്രഹിക്കുന്ന റഹ്മാൻ പള്ളിക്ക് സമീപവുമൊക്കെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോഴും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. ഉടൻ ഖബറടക്കം പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ 4 കുരുന്നുകൾക്ക് ജീവിതത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ 4 കുരുന്നുകൾ ഒരുമിച്ച് മരണത്തിലേക്ക് മടങ്ങുമ്പോൾ യാത്രയയപ്പ് നൽകുകയാണ് ഒരു നാട് ഒന്നാകെ. അവരുടെ ചിരിക്കുന്ന മുഖം മാത്രം കണ്ട് പരിചയം ഉള്ളവർ അവർ ഒരുമിച്ച് യാത്രയാകുമ്പോൾ കണ്ണീർ കടലായി ആ പ്രദേശം മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. സ്കൂൾ വിട്ട് പോകുമ്പോൾ 5 പേർ ഒരുമിച്ചാണ് അവർ സ്കൂളിലേക്ക് പോകാറുള്ളത്. സ്കൂൾ വിട്ടവർ ഒരുമിച്ചാണ് മടങ്ങി വരാറുള്ളത്. അയൽവാസികളായതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. സ്കൂളിലും ഒരുമിച്ചായിരുന്നു എന്ന് തന്നെയാണ് സഹപാഠികൾ പറയുന്നത്. അവർ ഒരുമിച്ച് യാത്രയാകുന്നു. ഒരാളെ മാത്രം ബാക്കിയാക്കി അവർ യാത്രയാകുമ്പോൾ ആ നാടിന് ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യം, താങ്ങാനാവാത്ത സങ്കടക്കടലായി മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരുമിച്ച് അന്ത്യനിദ്രയ്ക്ക് ഖബറിടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാം. അടുത്തായി എടുത്തിട്ടുള്ള ഖബറിടങ്ങൾ, അവർക്കൊരുമിച്ച് അന്ത്യനിദ്രയ്ക്കുള്ള അവസരം, ഒരുമിച്ച് യാത്രയായവർ, ഒരുമിച്ചുണ്ടായിരുന്നവർ ഒരുമിച്ച് വിട പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ മൃതദേഹങ്ങൾ
ദേവാലയത്തിലേക്ക്, പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അധിക നേരം ഇല്ല ചടങ്ങുകൾ പൂർത്തിയാക്കാൻ. ഖബറിടങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുക്കി. ഒരുമിച്ച് സ്കൂളിലേക്ക് യാത്രയായവർ, ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങിയവർ ഒരുമിച്ച് മടങ്ങുന്ന സാഹചര്യം കൂടിയാണുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 4 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനാസ നമസ്കാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യ പ്രാർത്ഥന, അവർക്കായുള്ള അവസാന പ്രാർത്ഥന, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു 15 മിനിറ്റിലധികം സമയം അത് നീണ്ടു നിൽക്കും. അതിനുശേഷം അവരുടെ മൃതദേഹങ്ങൾ ഖബറടക്കുവാനായി നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് എത്തിക്കും. ഇവിടെ ആ 4 കൂട്ടുകാർക്കായി ചേർന്ന് തന്നെ 4 ഖബറിടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 4 പേരും ഇവിടെ ഒരുമിച്ചായിരിക്കും. എപ്പോഴും എന്ന പോലെ ഒരുമിച്ച് കുരുന്നുപ്രായം മുതൽ ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ച് പഠിച്ചവർ, മരണസമയത്തും അവർ ഒരുമിച്ച് തന്നെ അവർക്കായിട്ടുള്ള ഖബറിടം ഇവിടെ ഒരുങ്ങുന്നു. നമ്മൾ കാണുന്നത് തുപ്പക്കാട് പള്ളി ഖബറിസ്ഥാനിൽ നിന്നുള്ള കാഴ്ചകളാണ്. മഴയുണ്ട്, പക്ഷേ ഈ മഴയെ ഒക്കെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നേരത്തെ കരിമ്പനിക്കൽ ഹാളിലേക്കും അതിനു മുൻപ് വീട്ടിലേക്കും ഇപ്പോൾ അന്ത്യപ്രാർത്ഥന നടക്കുന്ന പള്ളിയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ജനാസ നമസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും. ഉള്ളുപിടയുന്ന കാഴ്ചകളാണ്. 4 ചെറിയ ഖബറിടങ്ങൾ, അതും ചേർന്നുള്ള 4 ഖബറിടങ്ങൾ. ഇതുവരെ തോളിൽ കൈയിട്ട് എല്ലാം പങ്കുവെച്ച് സന്തോഷവും സങ്കടവും കുസൃതികളും എല്ലാം പങ്കിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന 4 പേർ, 4 മാലാഖമാർ, അവർ തിരിച്ചു പോവുകയാണ്. ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയിലൂടെ. ഇനി അവരോർമ്മ മാത്രമാണ്. ആ 4 പേർക്കും അടുത്തടുത്തായി ഇതാ ഇവിടെ ഖബറിടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കണ്ണീരണിയാതെ ആർക്കും കാണാനാകില്ല, തൊണ്ടയിടരാതെ ആർക്കും പറയാനാകില്ല. ഉള്ളുപിടയും ഈ കാഴ്ചകൾ കാണുമ്പോൾ. കാരണം നമുക്കൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ മാത്രമാണ് ഈ 4 പേരെ പരിചയം. പക്ഷേ ഇവിടെ എത്തിയ ആയിരങ്ങൾ അവരുമായി ഇന്നലെ വൈകുന്നേരം മാത്രമുള്ള പരിചയം ആണെന്ന തരത്തിലല്ല ഒഴുകിയെത്തിയത്. കാലങ്ങളായി അറിയുന്നവരെന്ന രീതിയിൽ കണ്ണീരണിയാതെ ആരും തന്നെ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിട്ടില്ല. ആ കുടുംബത്തിനൊപ്പം, ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം, ഈ നാടിൻ്റെ വേദനയ്ക്കൊപ്പം എല്ലാവരും ഒത്തുചേരുന്ന ഒരു കാഴ്ച, ഒരു സാഹചര്യം ഒരിക്കലും ഈ ഒരു നഷ്ടം നികത്താനാകില്ല. ആ കുടുംബത്തിൻ്റെ വേദന ഒരിക്കലും മാറുകയുമില്ല. നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും സഹായികൾക്കും അല്ലാഹു ആഫിയത്ത് എന്ന ദീർഘായുസ്സിനെ പെടുന്നതിനുള്ള ഒക്കെ കാത്തു തരണേ റബ്ബേ. എല്ലാ ബലാഹു മുസീബത്തും ഞങ്ങളെയും ആ കുടുംബത്തെയും രക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാ ഹമ്മിൽ നിന്നും രക്ഷിക്കണേ പടച്ചവനെ. എല്ലാ സൽക്കർമ്മങ്ങളിൽ നീ ഞങ്ങളെ കൂടെ നിൽക്കണേ റബ്ബേ. ആ വീട്ടുകാർക്ക് മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. ശ്രമ കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഈ പിഞ്ചു മക്കളുടെ, ഈ മക്കളുടെ മാതാപിതാക്കൾ വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമിക്കാൻ
താങ്ങാനും സഹിക്കാനുമുള്ള മനസ്സ് കൊടുക്കണേ പടച്ചോനെ. ഈ നാടിനെ നീ റാഹത്തിലാക്കണേ റബ്ബേ. വലിയ ദുരന്തങ്ങൾ ഈ ആഴ്ച 2 ദുരന്തങ്ങൾ, അവർ തീപിടുത്ത 4 മക്കളുടെ വിയോഗങ്ങൾ. അല്ലാഹുവേ, അതിനുവേണ്ടി ഈ ഇതിൽ ഭാഗവാക്കായ 2 കുടുംബങ്ങളെയും ഇവരെയും ഒക്കെ നീ ഖൈറിലാക്കണേ പടച്ചോനെ. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. വലുത് തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. ക്ഷമ കൊടുക്കണേ പടച്ചോനെ. ക്ഷമ കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ക്ഷമ കൊടുക്കണേ പടച്ചോനെ. ആ വീട്ടുകാരെ 2 വീട്ടിലും ഖൈറിലാക്കണേ പടച്ചോനെ. ഞങ്ങൾക്കും ഖൈറ് ചെയ്യണേ പടച്ചോനെ. ഈ മക്കളുടെ വിയോഗത്തിൽ പങ്കാളികളായ ജാതി മതഭേദമന്യേ സർവരാലും നേരെ വെളുക്കുമ്പോൾ രാത്രിയും ഒക്കെ ഈ തുമ്പനാട് പനയമ്പാടത്ത് നിറഞ്ഞു കവിയുകയായിരുന്നു. ഈ വേദനയിൽ ജാതിയും മതവും ഇല്ലാതെ രാഷ്ട്രീയം ജാതി മറന്ന് സർവ്വജനങ്ങളും ഈ വേദനയിൽ പങ്കാളികളായി ഈ വീട്ടുകാരെ സമാധാനിപ്പിച്ചു, അനുശോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്ക് വേണ്ടി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി, എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മളെ 2 വീട്ടിലും ഹൈറാക്കട്ടെ. കൊടക്കാട് ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഖുത്തബാവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൊടക്കാട് ബിജു കോയ തങ്ങളുടെ അവറുകൾ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. ബഹുമാനപ്പെട്ട എക്സ്വൈസിന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ബിജു കോയ തങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഒരുപാട് സയ്യിദന്മാരും ഉസ്താദുമാരും നേതാക്കളൊക്കെ ഈ സദസ്സ് നടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് പുണപ്പനക്കൽ സാദിഖലി ശിഹാബ് തങ്ങളും നേതാക്കളോടുകൂടെ വന്ന് ആദ്യ നിസ്കാരത്തിന് നേതൃത്വം നൽകി. അൽഹംദുലില്ലാഹ്, എല്ലാവരും വേദനയിൽ ഈ നാട് തന്നെ എല്ലാവരും ഈ വീട്ടുകാരെ സമാശ്വസിപ്പിക്കാനും വേദന പങ്കാളികളാവിടെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നിസ്കാരം നേതൃത്വം കൊടുക്കാൻ വേണ്ടി വളരെ വിനയത്തോടെ ആദരവോടെ ബഹുമാനപ്പെട്ട ബിജു തങ്ങൾ ജമിയത്തുൽ ഖുത്തബാവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ആവശ്യപ്പെടുകയാണ്. ശരിക്കും الله أكبر. بسم الله الرحمن الله أكبر. اللهم صل على سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا وبارك على سيدنا وعلى آل سيدنا العالمين إنك حميد مجيد. الله أكبر. الله أكبر. اللهم لا السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته.
കൂടുതൽ ആളുകൾ ഞങ്ങളോട് നെഞ്ചിലൊരു ഭാരവുമായി വെക്കുന്ന ആളുകൾ നെഞ്ചിലൊരു ഭാരവും വെച്ചാണ് ഈ ആളുകൾ ഈ കപ്പലൊരു വേദന കേരളത്തിൻ്റെ കാബറൊന്നുമില്ലല്ലോ. എത്ര എഴുതിയൊന്നുമില്ല
സംസാരം ഒഴിവാക്കാൻ പറയാം. നിങ്ങളൊക്കെ കാലിമാരായാലോ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഒന്ന് സൈലന്റായി മനുഷ്യന്മാരെ അതൊക്കെ പറഞ്ഞു കൊടുക്കാണില്ല ഇവിടെ. നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നാ മതി. ഇപ്പൊ മാറ്റി ഇപ്പൊ എന്താ ലേറ്റ് കൊടുത്തു. അത് നോക്കാം, അതവിടെ നോക്കാം. തിരിച്ചിട്ട് തന്നാൽ മതി. ഒന്നുകൂടി മാറിക്കോളെ, ഒന്ന് മാറിക്കോളെ. അവിടുന്ന് മണ്ണിടി ഉണ്ടാട്ടോ ആൾക്കാരെ ധൃതി കൂട്ടണ്ട, പറയുമ്പോ ഒന്ന് ധൃതി കൂട്ടാൻ നിൽക്കി. അവരായിക്കിറങ്ങിയോ മണ്ണ് വരണ്ട ആ മണ്ണടിക്കും. രാവിലെ സെന്റർ ചൂട്ടുണ്ടാവാ അടിപിടിച്ചിട്ട് അത് ചെത്തു ബാക്കി ഒന്ന് കെട്ടോ കല്ലെടുക്കാനായി
ഈ കമ്പി പിടിക്കരുതേ. اللهم ثبتهم عند السؤال اللهم ثبتهم عند السؤال അവസരം കൊടുക്കേ آمين